കോൺഗ്രസ് നേതാവായ സഹകരണ സംഘം പ്രസിഡന്റിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു. ചെമ്പഴന്തി അണിയൂർ സ്വദേശി ബിജുകുമാറാണ് ആത്മഹത്യ ചെയ്തത്. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് ജയകുമാറാണ് മരണത്തിന് ഉത്തരവാദിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ബിജുകുമാറിൽ നിന്നും ജയകുമാർ വാങ്ങിയ പണം മടക്കി നൽകാത്തതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. എസ് ഷീജ വിവരങ്ങൾ നൽകും. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം എന്ന് പറയുന്ന സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ജയകുമാർ മരണപ്പെട്ട ബിജുകുമാറിൽ നിന്നും 2.5 ലക്ഷം രൂപ പണം വാങ്ങിയിരുന്നു. ഒരു മാസത്തിനകം തിരികെ നൽകാം എന്നുള്ള ഉറപ്പിന്മേലായിരുന്നു ബിജുകുമാർ ഈ ഒരു തുക നൽകിയത്. അതും സ്വന്തം ഭാര്യയുടെ സ്വർണം പണയം വെച്ച് പണയപ്പെടുത്തിയായിരുന്നു ഈ ഒരു തുക കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഈ തുക ആവശ്യപ്പെട്ട് ഒരു മാസം പിന്നിട്ടതിനു ശേഷം നിരവധി തവണ ബിജുകുമാർ ജയകുമാറിനെ സമീപിച്ചിരുന്നു. പക്ഷേ ജയകുമാർ ആ തുക നൽകാൻ തയ്യാറായില്ല. 6 മാസം പിന്നിടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം, അതായത് ഇന്ന് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപായി അദ്ദേഹം ഈ ജയകുമാറിനെ വീണ്ടും ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സഹകരണ സംഘത്തിൽ ചെന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ സഹകരണ സംഘത്തിൽ ചെന്ന് കാണുന്ന സമയത്ത് ഇതിന് രേഖകളൊന്നുമില്ല, പണം നൽകിയതിന് രേഖകളൊന്നുമില്ല എന്നുള്ളൊരു നിലപാടാണ് ജയകുമാർ സ്വീകരിച്ചത്. അതിനൊപ്പം തന്നെ ഈ സഹകരണ സംഘത്തിൽ, അതായത് ചെമ്പഴന്തിയിലെ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ബിജുകുമാറിനും അവിടെ നിന്നും ബിജുകുമാറും വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ബിജുകുമാറിനോട് 14 ലക്ഷം രൂപ അടിയന്തരമായി ഇവിടെ അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നോട്ടീസ് നൽകുക കൂടി ചെയ്തു എന്നുള്ളതാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇത് വലിയ തോതിൽ ബിജുകുമാർ മനോവിഷമത്തിലാകുന്നതിന് കാരണമായി എന്ന് ബന്ധുക്കൾ പറയുന്നു. ഏതായാലും അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിയത്, ബിജുകുമാർ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ബിജുകുമാർ എഴുതിയ ആത്മഹത്യാ കുറിപ്പിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തന്റെ മരണകാരണം ജയകുമാർ ആണ്, ബാങ്ക് പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ വീട്ടിൽ, മണലൂരിലെ വീട്ടിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഭാര്യ ബിജുകുമാറിനെ കാണുന്നത്. തുടർന്ന് അവിടെ നിന്നും അവർ എത്രയും വേഗം സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണപ്പെട്ടു എന്നുള്ളതാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഈ ബാങ്കിന് മുന്നിൽ ബന്ധുക്കൾ മൃതദേഹവുമായി എത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ബാങ്ക് പ്രസിഡന്റ്, ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ് മരണത്തിന് കാരണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. അതേ തുടർന്ന് പ്രതിഷേധം മൃതദേഹവുമായി ഉള്ളൊരു പ്രതിഷേധമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് സഹകരണ സംഘം രജിസ്ട്രാറും RDOയും തഹസീൽദാരും അടക്കം സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് ഈ പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ബന്ധുക്കളോട് കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ അന്വേഷണം ഉറപ്പാക്കും എന്നുള്ള ഒരു ഉറപ്പ് RDOയുടെ ഭാഗത്ത് നിന്ന് നൽകിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം അവസാനിച്ചത്. തുടർന്ന് അതിനുശേഷം മൃതദേഹം ബിജുകുമാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ഈ ബാങ്കിനെതിരെ, ഈ സഹകരണ സംഘത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നിരവധി പേർ ബാങ്കിൽ നിന്നും തുക തിരികെ വാങ്ങാൻ ചെന്നപ്പോൾ തുക തിരികെ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നു. ഏതായാലും അതിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്.